വീട്ടുമുറ്റത്ത് കടുവയെ കണ്ടെന്ന വീട്ടമ്മയുടെ പരാതിയെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ നിരീക്ഷണ ക്യാമറകൾ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ചു. പിണവൂർക്കുടി മുക്കത്ത് താമസിക്കുന്ന സ്വപ്ന കൃഷ്ണനാണ് തന്റെ വീട്ടുമുറ്റത്ത് കഴിഞ്ഞ ദിവസം രാത്രി കടുവ എത്തിയെന്ന് വനം വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയത്. പ്രായമായ അമ്മയ്ക്കും ഭർത്താവിനും മക്കൾക്കൊപ്പമാണ് പണി പൂർത്തിയാകാത്ത വീട്ടിൽ സ്വപ്നകൃഷ്ണന്റെ താമസം. കഴിഞ്ഞ ദിവസം രാത്രി ശുചിമുറിയിലേക്ക് പോകാൻ പുറത്തിറങ്ങിയപ്പോഴാണ് തൊട്ടുമുന്നിൽ കടുവയെ കണ്ടതെന്ന് സ്വപ്ന പറഞ്ഞു. ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി ഞാൻ പരിക്കാത്തു നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു സ്റ്റെപ്പ് ആദ്യം ഞാൻ വെച്ചായിരുന്നു. അന്നേരം എനിക്ക് എന്തോ നിൽക്കുന്ന പോലെ തോന്നിയായിരുന്നു. ഇവിടെ കടുവ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ, ഒന്ന് ലൈറ്റ് അടിച്ച് നോക്കി. അപ്പോൾ എന്തോ പിന്നെയും നിൽക്കുന്ന പോലെ തോന്നി. ഒന്നും കൂടെ ലൈറ്റ് അടിച്ചപ്പോഴത്തേക്ക് നേരെ എൻ്റെ ചാടി അങ്ങ് വരാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ കിടന്ന് ഒച്ച വെച്ചു. ഈ ഷെഡിൻ്റെ അകത്ത് ഞങ്ങൾ കിടക്കുന്നത്, കഞ്ഞിയും കറിയും എല്ലാം അതിൻ്റെ തന്നെ വെക്കുന്നത്. ആർക്ക് ഷെഡൊന്നും കാണത്തില്ല, പടവയൊക്കെ വലിച്ചു തീർന്നുണ്ട്. പെരയ്ക്കകത്ത കിടക്കുന്നത് തന്നെ. പെരമണിയൊന്നും ആയില്ല. കക്കൂസിനെയാണെങ്കിൽ കഥകോ പോലും പിടിപ്പിച്ചില്ല. ഈ ഇച്ചിരി പൈസ കിട്ടുന്ന പൈസക്ക് എന്താ ചെയ്യാനാ, ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് ബാത്റൂമിലൊക്കെ അങ്ങനെ തന്നെ കിടക്കുക. വീട്ടുമുറ്റത്ത് പുലിയുടേതിനേക്കാൾ വലിയ കാൽപ്പാടുകളും കണ്ട വീട്ടുകാർ വനംവകുപ്പ് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ വനംവകുപ്പ് അധികൃതർ സ്വപ്നയുടെ വീട്ടുമുറ്റത്തും പരിസരങ്ങളിലുമായി 3 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. സ്ഥിരമായി കാട്ടാനശല്യം ഉണ്ടാകാറുണ്ടെന്ന് ഇവിടെ താമസിക്കുന്നവർ പറയുന്നു. കാട്ടാനശല്യത്തെ തുടർന്ന് ഒട്ടേറെ പേർ വീടുപേക്ഷിച്ച് പോയതോടെ ഇവിടം കാട്ടാനകളുടെ വിഹാരരംഗമായി മാറിയിരിക്കുകയാണ്. കാട്ടാനശല്യത്തിന് പുറമെ കടുവയെ കൂടി കണ്ടതോടെ പുറത്തിറങ്ങാൻ തന്നെ നാട്ടുകാർക്ക് ഭയമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.